നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഒരാൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് റിക്വസ്റ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇടയിലൊക്കെ ആയിട്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ 5 റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ 5 മാത്രമല്ല, ബാക്കിയുള്ളവർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് പാൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്നത് 250 ml കൊള്ളുന്ന കപ്പിൽ 1 കപ്പ് പാലാട്ടാ. അതായത് ഒരു 1/4 ലിറ്റർ പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലായിട്ട് ആവശ്യത്തിനായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ടേബിൾ സ്പൂൺ ടീസ്പൂണൊക്കെ ഒന്ന് തെറ്റാണ്ടിരിക്കാൻ നോക്കുക. ഒരു 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മധുരത്തിൻ്റെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കണമെന്നില്ല, പാടൊക്കെ കെട്ടാണ്ടിരിക്കാൻ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂണോളം വരും. അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പാൽ അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലും കൂടി ഒഴിക്കുകയാണ്. നമ്മൾ തിളപ്പിച്ചെടുത്ത പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണും കൂടി. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ പാലും കോൺഫ്ലോറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റോളം ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പാട കെട്ടാണ്ടിരിക്കാൻ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ പുഡിങ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ചൂടാറാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അത് വേഗം തന്നെ ഒരു പാത്രത്തിലോട്ട്, നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബൗളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് എല്ലായിടത്തും ആയിട്ടൊന്ന് പറ്റി വയ്ക്കുക. കാരണം പുഡിങ് നമുക്ക് എളുപ്പത്തിൽ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കാം. പക്ഷെ പാത്രം ആദ്യം തന്നെ നമ്മൾ വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് പറ്റി വെക്കണമെന്ന് മാത്രം. അത് ആദ്യം റെഡിയാക്കി നമ്മളൊന്ന് മാറ്റി വെക്കണം. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യാണ് തടവി എടുക്കുന്നത്. എന്നിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പാലിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പാല് തിളപ്പിച്ചെടുത്തത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പാട കെട്ടാണ്ടിരിക്കാനായിട്ട്. ഒരു 2 മിനിറ്റോളം ഇതുപോലെ പാല് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ കോൺഫ്ലോറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കോൺഫ്ലോർ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. പിന്നെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾ പിന്നെ തീയൊന്നും കൂട്ടി വെക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നേരത്തെ പോലെ ഇടയ്ക്കാവരുത്, സ്ഥിരമായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ആ കോൺഫ്ലോറൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് 2 മിനിറ്റ് ആവും തോറും ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ നല്ല കട്ടയായിട്ട് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം എനിക്കെടുത്ത സമയമാണ് പറയുന്നത്, ഏകദേശം 2 മിനിറ്റോളം. അങ്ങനെ 2 മിനിറ്റോളം ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഇതിലോട്ട് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്. ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട. ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആവുമെന്ന് മാത്രം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്.
അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. എല്ലായിടത്തും വാനില എസൻസ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് ചെറി നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഇങ്ങനെ വൈറ്റ് കളറാണെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ചെറുതായിട്ട് ഒരു പിങ്ക് കളർ അതിനുണ്ടായിരിക്കും, ആ ചെറിയുടെ ഒരു കളർ. അപ്പോൾ അത് കാണാനും നല്ല രസമാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാലായിട്ട്. അപ്പോൾ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അപ്പം തന്നെ നമ്മൾ ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബൗളില്ലേ, ആ ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാണ്. അപ്പം മുഴുവനായിട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് ലെവലാക്കി വെക്കുന്നുണ്ട്. ആ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാണ്. അപ്പം അതിനുശേഷം നമ്മളിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് ഇത് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്, തണുപ്പോട് കൂടിയിട്ട് കഴിക്കാനാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ തണവിനനുസരിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഇത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് കഴിച്ചാൽ മതി. നന്നായിട്ട് തണുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പം അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു കളറല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്കിഷ്ടമാണ് ഈ കളറ്. അങ്ങനെ ഒരു നല്ല കളറിലുള്ള പുഡിങ് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് പിന്നെ വിട്ട് പോരാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ തന്നെ സൈഡിലൊക്കെ ഇങ്ങനെ വിട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ടോ തന്നെ കമഴ്ത്തി കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പം തന്നെ ഈ പാത്രത്തിൽ നിന്ന് വെട്ടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ നല്ല ഭംഗിയില്ലേ പുഡിങ് കാണാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക ഈ ചാനലിലെ വീഡിയോസൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതായത് നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.